അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ സഫർ മാസം ആഗതമായി. അൽഹംദുലില്ലാഹ്. മറ്റുള്ള അറബി മാസങ്ങളെപ്പോലെ തന്നെയാണ് സഫർ മാസവും. സഫർ മാസം എന്ന് പറയുന്നത് അപലക്ഷണങ്ങളുടെയും ദുശകുനത്തിൻ്റെയും ഈ മാസത്തിൽ സുപ്രധാന കാര്യങ്ങൾ ആരംഭിക്കാൻ പാടില്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ടാകും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാം അന്ധവിശ്വാസമാണ്. ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നമ്മൾ തോളിലിട്ട് നടക്കരുത്. നമ്മുടെ സുപ്രധാനമായ കാര്യങ്ങൾ ഈ മാസത്തിൽ നമുക്ക് ധൈര്യമായി തന്നെ ആരംഭിക്കാം. പിന്നെ നെഹ്സ് ദിവസം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. മുത്തുഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹം സഫർ മാസത്തിലായിരുന്നു നടന്നത്. ഉമ്മു ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെയും അതുപോലെ തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും വിവാഹം നടന്നത് ഈ സഫർ മാസത്തിലായിരുന്നു. ആ വിവാഹം ഒരിക്കലും ദുശകുനം നിറഞ്ഞതായിരുന്നില്ല. മുത്തുഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് ആ മാസം സന്തോഷവും അതുപോലെ തന്നെ സമ്പത്തും എല്ലാം കടന്നു വന്നത് ഈ മാസത്തിൽ തന്നെയായിരുന്നു. അങ്ങനെയാണ് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഹിജ്റ 2-ാം വർഷം സഫർ മാസത്തിലായിരുന്നു മുത്തുഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാര മകൾ ഫാത്തിമ ബീവിയുടെയും അതുപോലെ തന്നെ അലിയാർ തങ്ങളുടെയും വിവാഹം നടന്നത് ഈ സഫർ മാസത്തിൽ തന്നെയായിരുന്നു. അതുപോലെ പല യുദ്ധങ്ങളിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിജയം നേടിയെടുത്തത് സഫർ മാസത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അപ്പോൾ ഈ സഫർ മാസം അതൊരു നല്ലൊരു മാസം തന്നെയാണ്. എല്ലാ കാര്യങ്ങളും ഈ മാസം ആരംഭിക്കാം. പുതിയ വീട് കുടിയാകൽ നടത്താം, പുതിയ വണ്ടി വാങ്ങാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നടത്താം. ഈ വിഷയത്തിൽ ആരും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.